കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി. ഈ പാസ്സായതിലല്ല പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഞെട്ടലും വിഷമവും നിരാശയുമൊക്കെ ഉണ്ടായത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേവല ഭൂരിപക്ഷം തനിച്ച് നേടാനാകാത്ത മോദി ദുർബലനായി എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളടക്കം എല്ലാ ദിവസവും വാർത്തകൾ എഴുതി രസിച്ചിരുന്നു. മോദിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇനി നിർണായകമായ ബില്ലുകൾ വരില്ല എന്നും പ്രതിപക്ഷത്തോടൊപ്പം തീവ്ര ഇസ്ലാമിക് സംഘടനകളും കരുതിയെങ്കിൽ അവർക്കെല്ലാം ഒരു വലിയ തിരിച്ചടിയാണ്. ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാകുമെന്ന് ഏതൊരാൾക്കും അറിയാമായിരുന്നു. 233 വോട്ടിനെതിരെ 288 വോട്ടുകൾക്കാണ് ലോക്സഭയിൽ ഇത് പാസ്സായത്. പക്ഷേ പ്രതിപക്ഷത്തെ ഞെട്ടിച്ചത് അതൊന്നുമായിരുന്നില്ല. രാജ്യസഭയിൽ അവരുടെ വലിയ വിജയം തന്നെയായിരുന്നു. രാജ്യസഭയിൽ തടുത്തുകൂട്ടിയാൽ NDAക്ക് എല്ലാം കൂടി ലഭിക്കുന്ന വോട്ട് 125 പക്ഷേ രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ഈ വഖഫ് ഭേദഗതി ബില്ല് വോട്ടിനിട്ടപ്പോൾ ലഭിച്ചത് 128 വോട്ടാണ്. ഇതോടുകൂടി അവരുടെ പ്രതീക്ഷകൾ തകർന്നു. അവരുടെ പ്രതീക്ഷ മുഴുവൻ TDPയിലും ഒപ്പം തന്നെ ജനതാദളിൻ്റെ അതായത് നിതീഷ് കുമാറിൻ്റെ JDUവിലുമൊക്കെ ആയിരുന്നു. ഒപ്പം ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയും മോദിയെ വെള്ളം കുടിപ്പിക്കുമെന്നും പിന്തുണ പലപ്പോഴും നൽകില്ല എന്നുമൊക്കെ കരുതിയെങ്കിൽ അവരെയൊക്കെ പുഷ്പം പോലെ ഒതുക്കിയെടുക്കുക മാത്രമല്ല പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാക്കാനും BJPക്ക് കഴിഞ്ഞു എന്ന് തന്നെ കരുതേണ്ടി വരും. നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ ഇന്നലെ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ചത് മനസാക്ഷി വോട്ട് തങ്ങളുടെ MP മാർക്ക് ചെയ്യാം എന്നതാണ്. ഇതോടുകൂടി ആകണം ഒരുപക്ഷെ 125 എന്നുള്ള സംഖ്യ 128 എന്നുള്ള സംഖ്യയിലേക്ക് മാറിയത്. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, പതുങ്ങിയിരുന്ന മോദി വളരെ ശക്തനായി തിരിച്ചു വരുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ ബില്ല് അവതരണം എന്ന് പറഞ്ഞാൽ മോദിയെ സംബന്ധിച്ച് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ആ ടെസ്റ്റ് ഡോസിൽ അദ്ദേഹം ജയിച്ചു എന്ന് മാത്രമല്ല മോദിയെ അസസ് ചെയ്യുന്നതിലും BJP എന്ന പാർട്ടിയെ വിലയിരുത്തുന്നതിലും പ്രതിപക്ഷത്തിന് പരാജയപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ വാർത്ത എഴുതി രസിച്ചിരുന്ന മാധ്യമങ്ങളും മൗനത്തിലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.